ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിസ്മി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററായ പരപ്പളവ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്കായ ചതുർഭുജവും ത്രികോണവും എന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സെക്ഷനിലെ തിയറി ഭാഗങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഡീറ്റെയിൽ ആയിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു ചതുർഭുജത്തെ ത്രികോണമാക്കി മാറ്റാൻ കഴിയുന്നത് എന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സെക്ഷന്റെ ബാക്കി വരുന്ന ആക്ടിവിറ്റിയിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ പ്രോബ്ലംസും എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പരപ്പളവ് കാണുക. എന്താണ്? ഒരു പരപ്പളവ് കാണണം. എന്തിന്റെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചതുർഭുജം നമുക്ക് തന്നിട്ടുണ്ട്. ആ ചതുർഭുജത്തെ നമ്മൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി വരയ്ക്കണം. എന്നിട്ട് ആ ചതുർഭുജത്തിന്റെ പരപ്പളവ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് നീളം തന്നിട്ടുണ്ട്, ആംഗിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ചതുർഭുജത്തിന് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി വരയ്ക്കണം. നമ്മൾ ഇവിടെ ആംഗിൾസ് ഒക്കെ തന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ജോമെട്രി ബോക്സ് നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ പ്രൊട്രാക്ടറും കോമ്പസും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ സാധാരണ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു അങ്ങനെ തന്നെ കൺസ്ട്രക്ട് ചെയ്യണം. സോ നമുക്കിത് നോക്കാം. ആദ്യം തന്നെ ബേസ് ഞാൻ ഈ ചതുർഭുജത്തിന് ഒരു പേര് കൊടുക്കണം. സേ ABCD എന്ന ഒരു പേരാണ് ഈ ചതുർഭുജത്തിന് ഞാൻ കൊടുക്കുന്നത്. സോ ABCD എന്ന് പറഞ്ഞ ഈ ചതുർഭുജത്തെ ഞാൻ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് AB ആണ്. ABയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ എന്ന്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്കെയിലില് 5 സെന്റിമീറ്റർ അളന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കണം. ഇതാണ് 5 സെന്റിമീറ്റർ എന്ന് വിചാരിക്കുക. സോ 5 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുള്ള നീളമാണ്. ഇത് നമ്മുടെ ബേസ് ആണ് AB. എന്നിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് നമ്മുടെ A എന്ന് പറഞ്ഞ, അതായത് ആംഗിൾ DAB എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ എയിൽ വെച്ചിട്ട് നമ്മൾ 80 ഡിഗ്രി മെഷർ ചെയ്യാം. സോ 80 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യണം, എന്നിട്ട് വരയ്ക്കണം. ഓക്കെ. എന്നിട്ട് ഇത് D എന്ന വേർട്ടെക്സിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ AD എന്ന് പറഞ്ഞ ലൈനിന്റെ നീളം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോമ്പസിൽ നമ്മൾ 3 സെന്റിമീറ്റർ അളക്കണം. എന്നിട്ട് എയിൽ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആർക്ക് വരണം 3 സെന്റിമീറ്റർ. സപ്പോസ് ഇതാണ് ആ 3 സെന്റിമീറ്റർ എന്ന് വിചാരിക്കാം. അപ്പൊ ഇതാണ് D എന്ന് പറഞ്ഞ ആ പോയിന്റ്. ആർക്ക് വരച്ചിട്ട് നമുക്ക് കിട്ടുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ. ഇനി ഡിയിൽ നിന്ന് ഒരു ആംഗിൾ ADC എന്ന് പറഞ്ഞത് 120 ഡിഗ്രി ആണെന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഡിയിൽ നിന്നും ഒരു 120 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാം. ഇതാണ് 120 ഡിഗ്രി ആംഗിൾ, ഇതാണെന്ന് വിചാരിക്കാം. സോ 120 ഡിഗ്രി നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി DC എന്ന ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ വീണ്ടും കോമ്പസ് എടുക്കുക. ഡിയിൽ നിന്ന് ഒരു 4 സെന്റിമീറ്റർ നീളം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. സോ 4 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പൊ C എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഇനി നമ്മൾ BC എന്ന് പറഞ്ഞ ലൈന് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഈ ക്വാഡ്രിലാറ്ററലിനെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സോ സിയിൽ നിന്ന് ഞാൻ ഒരു ലൈന് ബിയിലേക്ക് വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് നമ്മളെ ക്വാഡ്രിലാറ്ററൽ നമ്മൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി വരച്ചിരിക്കുന്നു. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചതുർഭുജത്തിന്റെ പരപ്പളവ് കാണണം. എങ്ങനെയാണ് പരപ്പളവ് കാണുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചതുർഭുജത്തിനെ നമ്മളൊരു ത്രികോണമാക്കി മാറ്റാൻ പോവാണ്. സോ നമുക്ക് ആ കൺസ്ട്രക്ഷൻ ആരംഭിക്കാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വികരണം വരയ്ക്കാം. ഒരു ഡയഗണൽ ആണ് വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ BD എന്ന ഡയഗണൽ ആണ് വരയ്ക്കാൻ പോകുന്നത്. സോ നമ്മൾ BD എന്ന് പറഞ്ഞ ഒരു ഡയഗണൽ വരച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BD എന്ന ഡയഗണലിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ്, അതായത് സിയിലൂടെ ഞാനൊരു പാരലൽ ലൈൻ വരയ്ക്കാൻ പോവാണ്. BDക്ക് സമാന്തരമായൊരു ലൈൻ വരയ്ക്കാൻ പോവാണ്.
നിങ്ങൾ സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു. സോ ഞാനൊരു സമാന്തര വര വരച്ചു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഈ സമാന്തര രേഖയായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു സച്ച് ദാറ്റ് ഈ ഒരു പോയിന്റിൽ നമ്മുടെ ബേസും ഈ പാരലൽ ലൈനും കൂടെ യോജിക്കുന്നു. ഈ പോയിന്റിന് ഞാൻ ഇ എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്ക് ട്രയാങ്കിൾ കിട്ടാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എന്ന പുതിയ വേർട്ടെക്സിൽ നിന്നും ഡി എന്ന വേർട്ടെക്സിലേക്ക് നമ്മളൊരു വികരണം കൂടി വരയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇ ഡി എന്ന ഒരു ലൈൻ വരയ്ക്കുന്നു. സോ ഇയിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഡിയിലേക്ക് വരയ്ക്കുന്നു. ഇപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടിയിരിക്കുന്നു. ട്രയാങ്കിൾ എ ഡി ഇ എന്നൊരു ട്രയാങ്കിൾ ആണ് നമ്മളിപ്പോ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദാറ്റ് നമുക്ക് നമ്മുടെ ചതുർഭുജത്തിന്റെ ഏരിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമുക്കറിയാലോ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ 1/2 BH പാദം ഇൻറ്റു ലംബം ഹരിക്കണം 2. സോ നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ADE ആണ്. സോ നമ്മുടെ ബേസ് എന്താണ്? AE ആണ്. ഓക്കെ അല്ലേ? സോ നമ്മുടെ ബേസിന്റെ അളവ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. ബേസ് എന്ന് പറയുന്നത് AE ആയതുകൊണ്ട് നമ്മുടെ ബേസ് AB + BE ആണ് അല്ലെ? ABയുടെ ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ എന്ന്. സോ ബേസ് എന്ന് പറയുന്നത് AB + BE ആണ്. ABയുടെ ലെങ്ത് 5 സെന്റിമീറ്റർ പ്ലസ് BEയുടെ ലെങ്ത് നിങ്ങൾ നോട്ട്ബുക്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് അളക്കണം. ഞാനിവിടെ അപ്രോക്സിമേറ്റ്ലി ഒരു 3 സെന്റിമീറ്റർ ആണെന്ന് എടുക്കുന്നു. ഇതൊരു 3 സെന്റിമീറ്റർ ആണെന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ BE എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. സോ നമ്മുടെ ബേസിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 8 സെന്റിമീറ്റർ. സോ നമുക്ക് എന്താ ബേസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഹൈറ്റ് കിട്ടണം. ഹൈറ്റ് എങ്ങനെ കിട്ടുക? നമുക്ക് ഒരു 90 ഡിഗ്രി ഒരു പെർപെൻഡിക്കുലർ നമ്മൾ ഈ ട്രയാങ്കിളിൽ വരയ്ക്കുമ്പോൾ എന്താവും? ആ ഹൈറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ അഗെയിൻ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 90 ഡിഗ്രി നമ്മൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ 90 ഡിഗ്രി എന്ന്. ഇതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യാം. നോട്ട്ബുക്കിലാവുമ്പോൾ നിങ്ങൾ കറക്റ്റ് തന്നെ വരയ്ക്കണം. സോ 90 ഡിഗ്രി നമ്മൾ ഹൈറ്റ് കണ്ടെത്തിയിരിക്കുന്നു ട്രയാങ്കിൾ ADE. ഈ ഹൈറ്റ് അപ്രോക്സിമേറ്റ്ലി 3 സെന്റിമീറ്റർ ആയിരിക്കും. മിക്കവാറും 3 സെന്റിമീറ്ററിനേക്കാളും കുറവായിരിക്കും. സോ ഞാനിവിടെ 3 സെന്റിമീറ്റർ എന്ന് എടുക്കുന്നു. ഓക്കെ, നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി? 3 സെന്റിമീറ്റർ. ഇപ്പൊ നമുക്ക് ബേസും കിട്ടി, ഹൈറ്റും കിട്ടി. ഇനി നമുക്ക് നേരെ ഏരിയ കാണാം. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE equal to half ബേസ് എത്രയാ? 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. ഇനി ഞാൻ 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. സോ നമുക്ക് 4 കിട്ടും. സോ 4 × 3 എന്ന് പറയുന്നത് എത്രയാ? 12. സോ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മുടെ ചതുർഭുജത്തിന്റെ പരപ്പളവ് കണ്ടെത്തിയിരിക്കുന്നു. ചതുർഭുജത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റിയിലെ രണ്ടാമത്തെ പ്രോബ്ലം എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. നമ്മുടെ പ്രോബ്ലം ഇതാണ്. ഒരു വശം 6 സെന്റിമീറ്ററും ഒരു കോണ് 60 ഡിഗ്രിയുമായ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവിന് തുല്യം പരപ്പളവുള്ള മട്ടത്രികോണം വരയ്ക്കുക. എന്താണ്? ഒരു സമഭുജ സാമാന്തരികമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എന്താണ് ഒരു സമഭുജ സാമാന്തരികം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഒരു റോംബസ്. നമ്മൾ റോംബസിനെ കണ്ടിട്ടില്ലേ, ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ഫിഗർ അല്ലെ. റോംബസിന് ഇതിന് നമ്മൾ നേരത്തെ മുമ്പ് കണ്ടിട്ടുണ്ട്. 4 ഈക്വൽ സൈഡുള്ള ഒരു റോംബസ്, ഒരു ഫിഗർ ആണ് റോംബസ്. ഇതിന് നമുക്ക് വേറെ രീതിയിലും വേണമെങ്കിൽ പറയാം, ഈക്വൽ സൈഡ്സ് ഉള്ള ഒരു പാരലലോഗ്രാം ആണ് റോംബസ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു വശം 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വശം 6 സെന്റിമീറ്റർ ആണെങ്കിൽ എന്താണ്, എല്ലാ വശവും എന്താണ് 6 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. തുല്യ വശങ്ങളുള്ള ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് റോംബസ്. സോ ഒരു വശം 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ റോംബസിന്റെ വേറെ എന്തൊക്കെയാ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലെ. അതുപോലെ തന്നെ എന്താണ് അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയുന്നത്, അഡ്ജസന്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അത് നമുക്കറിയാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു കോണിന്റെ അളവ് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ റോംബസിന് ഒരു പേര് കൊടുക്കുകയാണ്. ABCD എന്ന് പറഞ്ഞ പേര് തന്നെയാണ് ഞാൻ ഈ റോംബസിന് കൊടുക്കുന്നത്. ABCD. ഇനി ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പൊ ഞാൻ ആംഗിൾ DAB എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണ്. സോ ഇവിടെ 60 ഡിഗ്രി ആകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, DCB. ആംഗിൾ DCB എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും അല്ലെ, ഇതിന്റെ പ്രോപ്പർട്ടി പ്രകാരം. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്, അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. സോ ആംഗിൾ DABയും ആംഗിൾ ABCയും തമ്മിൽ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടണം. സോ ഇവിടെ ആംഗിൾ DAB പ്ലസ് ആംഗിൾ ABC must be equal to 180 degree according to the property. ഇവിടെ നമ്മൾ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ DAB എന്താണ്, 60 ഡിഗ്രിയാണ്. സോ 60 ഡിഗ്രി പ്ലസ് ഈ ആംഗിൾ ABC എന്താണ് നമുക്ക് അറിയില്ല, അതിന് ഞാൻ X എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു 180 ഡിഗ്രി. സോ നമുക്ക് ഈ ആംഗിൾ കണ്ടെത്തി കൂടെ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ X is equal to 180 minus 60 എത്ര കിട്ടും, 120 ഡിഗ്രി. സോ ആംഗിൾ ABC എന്നത് 120 ഡിഗ്രിയാണ്, 120 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കപ്പോ സൈഡ് കിട്ടി, അതുപോലെ തന്നെ ആംഗിളും കിട്ടി. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള മട്ട ത്രികോണാണ് വരയ്ക്കേണ്ടത്. എന്താണ്, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. സോ നമുക്ക് നമ്മുടെ റോംബസിന്റെ ബേസിക് ഐഡിയകളൊക്കെ കിട്ടി. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോട്ട്ബുക്കിലേക്ക് ഇത് പകർത്തി വരയ്ക്കുക എന്നതാണ്, വിത്ത് യൂസിങ് ആ ജോമെട്രി ബോക്സ്. ഓക്കെ, കൺസ്ട്രക്ഷൻ ആരംഭിക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബേസ് കിട്ടിയിട്ടുണ്ട്. ബേസ് AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു 6 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട്. സോ ഈ ലൈൻ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ പേരെന്ന് പറയുന്നത് AB എന്ന് പറഞ്ഞ ലൈൻ ഞാൻ വരച്ചു. ഇനി ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുക, എന്നിട്ട് എയിൽ നിന്ന് നമ്മൾ എന്താ ഒരു 60 ഡിഗ്രി ആംഗിൾ വരയ്ക്കുക. സപ്പോസ് ഇതാണ് 60 ഡിഗ്രി എന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ആംഗിൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി റോംബസിന് തുല്യ വശങ്ങളായതുകൊണ്ട് ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് എന്താണ്, 6 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. ADന്റെ നീളവും 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുക്കുക, എന്നിട്ട് എയിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. സച്ച് ദാറ്റ് ഇതാണ് 6 സെന്റിമീറ്റർ. ഈ പോയിന്റിന് ഞാൻ D എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ നമുക്ക് 6 സെന്റിമീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി ഇവിടുത്തെ ആംഗിൾ എത്രയാ, 120 ഡിഗ്രിയാണ്. നമ്മൾ കണ്ടു എന്താ, അഡ്ജസന്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്.
സോ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിൾ 120 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ വീണ്ടും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇവിടെ നിന്ന് നമ്മൾ എന്താ ഒരു 120 ഡിഗ്രി ഉള്ള ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്യാം. സപ്പോസ് ഇതാണ് ആ 120 ഡിഗ്രി എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ഒരു 120 ഡിഗ്രി ആംഗിൾ കിട്ടി. ഇനി ഈ സൈഡും എത്രയാ? 6 സെന്റിമീറ്റർ ആയി. അഗെയിൻ നമ്മൾ ആ കോമ്പസ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു 6 സെന്റിമീറ്റർ നീളത്തിൽ. ഇതാണ് നമ്മുടെ 6 സെന്റിമീറ്റർ എന്ന് വിചാരിക്കും. ഈ പോയിന്റ് നമ്മൾ സി എന്ന് കൊടുക്കുന്നു. ഇനി ഈ രണ്ട് സി ഡി എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ ജോയിൻ ചെയ്യാം. അതിന്റെ ലെങ്ത് എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. സോ നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യും? ഇവിടെ നമുക്ക് 6 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ റോംബസിന്റെ പരപ്പളവിന് സമാനമായ മട്ടത്രികോണം കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ തന്നെ നമുക്ക് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം. എന്നിട്ട് അത് മട്ടത്രികോണോ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഒരു ഡയഗണൽ വരയ്ക്കണം, ഒരു വികരണം വരയ്ക്കണം. അപ്പൊ ഞാൻ ബി ഡി എന്ന് പറഞ്ഞ ഒരു ഡയഗണലാണ് വരയ്ക്കുന്നത്. അതിനു മുന്നേ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഡയഗണൽ എന്ന് പറഞ്ഞത് നമ്മുടെ ആംഗിൾസിനെ ബൈസെക്ട് ചെയ്യും അല്ലെ. നമ്മൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ ഈ ആംഗിളിനെ ആ ഡയഗണല് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടുത്തെ ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞത് 120 ഡിഗ്രിയാണ്. നമ്മളൊരു ബി ഡി എന്ന് പറഞ്ഞ ഡയഗണൽ വരയ്ക്കുമ്പോൾ ഈ 120 ഡിഗ്രിയെ 60 ഡിഗ്രി ആയിട്ട് ഈ ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്നു. സോ നമ്മുടെ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അതിനെ നമ്മൾ ഈ ഒരു പോർഷൻ 60 ഡിഗ്രിയും ഈ ഒരു പോർഷൻ 60 ഡിഗ്രിയുമായിട്ട് എഴുതുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഡയഗണൽ വരയ്ക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ വികരണത്തിന് ഓപ്പോസിറ്റ് ആയ വേർട്ടെക്സിനെ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമ്മുടെ വേർട്ടെക്സ് സി ആണ്. ഇനി സിയിലൂടെ ഈ വികരണത്തിന് പാരലായിട്ട് സമാന്തരമായിട്ടൊരു ലൈൻ വരയ്ക്കണം അല്ലെ. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ബി ഡി എന്ന ലൈനിന് സമാന്തരമായിട്ട് സിയിലൂടെ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, നമ്മൾ പാരൽ ലൈന് വരച്ചു. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ബേസിനെ നമ്മൾ പാരൽ ലൈനുമായിട്ട് നമ്മൾ എന്താ മീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എങ്ങനെയാണ് മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ എ ബി എന്ന ബേസിനെ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് നീട്ടുന്നു. സോ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഇ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തായി? ഈ പാരൽ ലൈനും നമ്മുടെ ബേസും എന്താണ് കൂട്ടിമുട്ടുന്നു. ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബി ഡി എന്ന് പറഞ്ഞ ലൈനിന് പാരൽ ആയിക്കൊണ്ടാണ് നമ്മൾ ഈ ലൈന് സിയിലൂടെ വരച്ചത്. സോ ഈ ഇവിടുത്തെ ആംഗിളും എന്തായിരിക്കും? ഇവിടെ 60 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ എന്താണ്? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ഇവിടെ എന്തായി? 60 ഡിഗ്രി ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഒന്നുകൂടെ പറയാം, നമുക്ക് ആദ്യം തന്നെ 120 ഡിഗ്രി ആണ് കിട്ടിയല്ലോ. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു ഡയഗണൽ വരച്ചു. ആ ഡയഗണൽ നമ്മൾ 120 ഡിഗ്രിയെ എന്താ ബൈസെക്ട് ചെയ്തു. 60 ഡിഗ്രി ആയിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡിക്ക് പാരലായി നമ്മൾ സിയിലൂടെ ഒരു ഡയഗണൽ വരച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ ഈ രണ്ട് ലൈനും നമ്മൾ മീറ്റ് ചെയ്യിപ്പിച്ചു. സോ ദാറ്റ് ഈ ആംഗിളും നമ്മുടെ ഈ ഡയഗണലും എന്താണ്? 60 ഡിഗ്രിയാണ്. കാരണം ഇവരെന്താ പാരൽ ലൈൻസ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇ നിന്ന് ഡിയിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. എന്താണ്? അഗെയിൻ ഒരു ഡയഗണൽ വരയ്ക്കുകയാണ്. നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഡയഗണൽ ബൈസെക്ട്സ് ദി ആംഗിൾ. സോ 60 ഡിഗ്രിയെ നമ്മൾ ഇ നിന്നും ഡിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ എന്ത് പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 60 ഡിഗ്രി വീണ്ടും ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. സോ നമ്മുടെ ആംഗിൾ 30 ഡിഗ്രി ആയി മാറിയിരിക്കുന്നു. ഓക്കെ, ഒറ്റൊരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയഗണൽസ് ബൈസെക്ട്സ് ദി ആംഗിൾ. ആംഗിൾസ് ഓക്കെ, ഇവിടെ 60 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടു. പാരൽ ലൈൻസിന്റെ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട്
നമ്മൾ ഡയഗണൽ വരയ്ക്കുമ്പോൾ ആംഗിൾ വീണ്ടും സ്പ്ലിറ്റ് ആയിട്ട് 30 എന്ന് നമ്മൾ എഴുതുന്നു. സോ നമ്മൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ ADE. എന്തായി? നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിരിക്കുകയാണ്. ട്രയാങ്കിൾ ADE. നമുക്കിനി ഈ ട്രയാങ്കിൾ മട്ടത്രികോണം ആവണം, അതാണ് നമ്മുടെ ചോദ്യം. സോ മട്ടത്രികോണം എന്ന് പറയുകയാണെങ്കിൽ എന്താ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഒരു 90 ഡിഗ്രി ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് വേണ്ടത്. സോ ഇതില് ആംഗിൾസ് എവിടെയെങ്കിലും 90 ഡിഗ്രി വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ADE നോക്കുകയാണെങ്കിൽ ആംഗിൾ DAE എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ആംഗിൾ DAE is equal to 60 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്തൊരു ആംഗിൾ തന്നിട്ടുണ്ട്. E എന്ന് പറഞ്ഞ ആംഗിൾ AED എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് അറിയാം എന്താണ്? 30 ഡിഗ്രിയാണ്, നമ്മുടെ ഡയഗണൽ ബൈസെക്ട് ചെയ്തതുകൊണ്ട്. സോ അഗെയിൻ ആംഗിൾ AED എന്നത് 30 ഡിഗ്രിയാണ്. ഇനി നമുക്ക് അറിയേണ്ട ആംഗിൾ എന്ന് പറയുന്നത് ADE എത്രയാണെന്ന് നമുക്ക് അറിയില്ല. സോ ആംഗിൾ ADE എന്താണെന്ന് നമുക്ക് അറിയില്ല. അത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ട്രയാങ്കിൾ എന്താണ്? മട്ടത്രികോണമായിരിക്കും. സോ ഈ ആംഗിൾ നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. സോ ഈ 3 ആംഗിളും കൂടെ സമ്മ ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ആ ഒരു റിസൾട്ട് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് എന്താണ്? ആംഗിൾ ADE കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മള് ആംഗിൾ DAE പ്ലസ് ആംഗിൾ AED പ്ലസ് ആംഗിൾ ADE എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. സോ നമുക്ക് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംഗിൾ DAE എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. സോ 60 പ്ലസ് ആംഗിൾ AED എത്രയാണ്? 30 ഡിഗ്രിയാണ്. 30 പ്ലസ് ആംഗിൾ ADE എത്രയാണ്? നമുക്കറിയില്ല. അതാണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട ആംഗിൾ അല്ലെ? അത് ഞാൻ X എന്ന വാല്യൂ കൊടുത്തു. മൊത്തം സം എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ ഈ സം ചെയ്യാണ്. 60 പ്ലസ് 30 എന്ന് പറയുന്നത് 90 പ്ലസ് X is equal to 180. സോ X is equal to 180 minus 90, that is equal to 90. സോ നമ്മുടെ ആംഗിൾ ADE എന്ന് പറഞ്ഞ എന്തായി? 90 ഡിഗ്രി ആയി. സോ നമ്മളിപ്പോ കൺസ്ട്രക്ട് ചെയ്തത് എന്താണ്? ഒരു മട്ടത്രികോണാണ്. അപ്പൊ നമ്മുടെ റോംബസിന്റെ പരപ്പളവിന് തുല്യമായ ഒരു മട്ടത്രികോണാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനും ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റിയിലെ രണ്ടാമത്തെ പ്രോബ്ലം. ഇനി നമ്മുടെ ആക്ടിവിറ്റിയിൽ ഒരു 2 പ്രോബ്ലം കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലായ ലിസ്മി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.